നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. ആ സുരത്തിൽ പ്രിയപ്പെട്ട പിതാവ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ എതിരേൽക്കുവാൻ ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ള പ്രത്യാശയോടുകൂടെ പൂഴിയിൽ നിന്ന് എടുത്ത ഈ ശരീരം പൂഴിക്ക് ഏൽപ്പിക്കുന്നു. നീയോ പ്രിയ പിതാവേ പോയി വിശ്രമിക്കുക. കാലാവസാനത്തെങ്കിൽ അങ്ങയുടെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരിക. ഇപ്പോൾ വർഗീസ് ചാക്കോ പാസ്റ്റർ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം വായിച്ചു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവനവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനിയും മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കിയിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ മാത്യു പാസ്